അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സനദ് മുത്തസ്സിലാക്കുന്ന ക്ലാസ് സൂറത്തുൽ ബഖറ 25 മുതൽ 29 വരെ, പേജ് നമ്പർ 5. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم. ഇത്രയും ഭാഗത്തുള്ള തജ്വീദിന നിയമം പൂർണ്ണമായിട്ടും പറയുന്നില്ല, എന്നാലും ചില ഭാഗങ്ങൾ. വബശ്ശിരില്ലദീന, ബശ്ശിരി റോഇന് കസ്റ ആയതുകൊണ്ട് ചെറുത്തേക്കാണ് നേർപ്പിച്ച് ഉച്ചരിക്കണം. ബശ്ശിറി എന്ന് പറയൂല, വബശ്ശിരി എന്നേ പറയുള്ളൂ. വബശ്ശിരില്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി അസ്സാലിഹാത്തി സ്വാദ് ഉച്ചരിക്കുമ്പോൾ ഇസ്തിഅലാ വേണം, തഫ്ഖീം വേണം. അതുപോലെ തന്നെ സഫീർ എന്നുള്ള സിഫത്തുണ്ട്. ഫോ എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് പക്ഷിസ്വരം വേണം. ഏത് പക്ഷിയുടേത്? അരയന്നത്തിന്റെ സൗണ്ട് വേണം. വഅമിലു സോ എന്നുള്ള സൗണ്ടിലേക്ക് വരണം. വഅമിലു സ്സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി സാക്കിന മീമിന് ശേഷം ജീം വന്നാൽ ഇൽഹാർ. ജന്നാത്തിൻ തജ്രി, തൻവീന് ശേഷം ത വന്നാൽ ഇഖ്ഫാ. മിൻ തഹ്തിഹൽ അൻഹാർ, മിൻ ത സാക്കിനു ശേഷം ത വന്നാൽ
പിന്നെ നമ്മളിവിടെ പറഞ്ഞല്ലോ, ഇവിടെ പോലെ തന്നെ തെൻവീന് ശേഷം താ വന്നതുപോലെ തന്നെ ഇഖ്ഫ ആണ് മിൻ തഹ്തിഹ എന്നുള്ളടത്ത് സാക്കിന നൂന് ശേഷം താ ഉബ്ബു. തഹ് ഹ ആണ് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരണം. തഹ്തിഹ ശേഷമുള്ളത് ഹ ആണ് തൊണ്ടയുടെ അങ്ങേയറ്റത്തിൽ നിന്ന് തന്നെ, അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ മിൻ സമറ സാക്കിന നൂന് ശേഷം താ വന്നാൽ ഇഖ്ഫ. താ ആണ്, താഇന്റെ മഖ്റജ് സ ആകാൻ പാടില്ല, സീനാകാൻ പാടില്ല, സ എന്ന് പറയാൻ പാടില്ല. കാരണം താഇന്റെ മഖ്റജ് നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ തലയുമാണ്. മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ മിൻ സമറത്തിൻ. സമറത്തിൻ എന്നുള്ള തെൻവീന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാ ഗുന്നയാണ്, അഥവാ തെൻവീന് ശേഷമുള്ള റായിലേക്ക് ചേർത്ത് മണിക്കാണ്ട് ഓതണം. മിൻ സമറത്തിർ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ എന്നേ പറയാവൂ. മിൻ സമറത്തിൻ റിസ്ഖൻ എന്ന് പറയാൻ പാടില്ല, തെൻവീനൂടെ വെളിവാകാൻ പാടില്ല. കാരണം തെൻവീന് ശേഷമുള്ള റായിലേക്ക് ചേർത്തുന്നുണ്ട്. ചേർത്തിയാൽ പിന്നെ ആ തെൻവീൻ ഉച്ചരിക്കൂല, പിന്നെ ഇവിടെ കെസുള്ള താ ആയിട്ട് മാത്രമേ ഉച്ചരിക്കുള്ളൂ. മിൻ സമറത്തിർ എന്നേ പറയുള്ളൂ. റിസ്ഖൻ ഖാലൂ തെൻവീന് ശേഷം ഖാഫ് വന്നാൽ ഇഖ്ഫാ. അതിന്റെ പുറത്ത് ഖാഫിൽ ഇസ്തിഅല ഉണ്ട്, റിസ്ഖൻ എന്നുള്ള ഖാഫിൽ ഇസ്തിഅല ഉണ്ട്, ശേഷമുള്ള ഖാഫിൽ ഇസ്തിഅല ഉണ്ട്. ആ ഇസ്തിഅലന്റെ തൊട്ട് മുമ്പ് തൻവീൻ വരുമ്പോൾ ആ തൻവീനിലും എന്ത് വേണം? ഇസ്തിഅലയും തഫ്ഖീമും കൊടുക്കണം. മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ കണ്ടോ, അവിടെയും തഫ്ഖീം കൊടുക്കണം. നാവിന്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് അപ്പോ ഈ തൻവീൻ ഉച്ചരിക്കുമ്പോഴും വേണം എന്നർത്ഥം. قالوا هذا الذي رزقنا من قبل هذا الذي رزقنا رزقنا അല്ല റുസിഖ്ന. ഇനി കസ്റ വരണം. നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ താഴെ മുൻപല്ലിന്റെ ഇടയിൽ മുകളിലാകുന്ന രൂപത്തിലാണ് വെക്കേണ്ടത്. ഫാദിന്റെയും സീനിന്റെയും സായിന്റെയും മഖ്റജ് ഒന്നാണ്. ദാലല്ല സായി അല്ലെങ്കിൽ മനസ്സിലായല്ലോ. റുസിഖ്ന അവിടെ ഇനി കസ്റാണ്. റുസിഖ്ന ഖാഫിന് സുക്കൂനാണ്, ഖൽഖലത്ത് വരണം, പരിപൂർണ്ണ സുക്കൂൻ കൊടുത്തിട്ടാണ് ഓതാൻ. റുസിഖ്ന എന്ന് ഓതാൻ പോരാ, റുസിഖ്ന എന്ന് തന്നെ ഓതണം. മിൻ ഖബിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാക്കിന നൂന് ശേഷം ഖാഫ് വന്നാൽ ഇഖ്ഫ ആണ്, മറച്ച് മണിക്കണം. അതോടുകൂടെ തന്നെ സാക്കിന നൂനിൽ തന്നെ ആ നൂന് ഉച്ചരിക്കുമ്പോൾ തന്നെ മണിക്കുമ്പോൾ തന്നെ ഖാഫിന്റെ ഇസ്തിഅല നൂനിലേക്ക് വരണം. ഇതുപോലെ ഖാഫിന്റെ ഇസ്തിഅല തൻവീനിലേക്ക് ഇവിടെ റിസ്ഖൻ എന്നുള്ളിടത്ത് തൻവീനിലേക്ക് വരണം എന്ന് പറഞ്ഞ പോലെ. വഉതു ബിഹി മുതശാബിഹ. വഉതു ബിഹി ഓതാൻ പാടില്ല, വഉതു എന്നേ ഉള്ളൂ കേട്ടോ. വഉതു അല്ല, ഹംസക്ക് സുക്കൂനും വരാ. വഉതു ഉതു വഉതു ഹംസക്കും ദം കൊടുക്കണം. വലഹും ഫീഹാ അസ്വാജുൻ മുതഹറ. വലഹും ഫീഹ സാക്കിന മീമിന് ശേഷം ഫ വന്നാൽ ഇൽഹാറാണ്, വെളിവാക്കണം. ഫീഹ അസ്വാജ് മദ് മുൻഫസിലാണ് അല്ലേ. അസ്വാജുൻ മുതഹറ. അസ്വാജുൻ തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ബി ഗുന്നയാണ്, ചേർത്തി മണിച്ചോദനം. മുതഹറ ഇവിടെ ശ്രദ്ധിക്കണം, ത്വാഇൽ ഇസ്തിഅല ഉണ്ട്. ആ ഇസ്തിഅല മീമിലേക്കോ ഹയിലേക്കോ വരാൻ പാടില്ല. പിന്നെ റാഇന് ഫത്ഹാണ്, തഫ്ഖീം വേണം, അവിടെ ഇസ്തിഅല കൊടുക്കണം. അപ്പോൾ റായിലും ത്വാഇൽ ഇസ്തിഅല ഉണ്ട്, അതേ സമയത്ത് മീമിലും ഹയിലും ഇസ്തിഅലയും തഫ്ഖീമും കൊടുക്കാൻ പാടില്ല. അവസാനം ഹ ത ആയതുകൊണ്ട് വഖഫ് ചെയ്യണമെങ്കിൽ നിർത്തുകയാണെങ്കിൽ അവിടെ ഹയിലാണ് നിർത്തേണ്ടത്. കൂട്ടി ഓതാണെങ്കിൽ ഹ ത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വഖഫ് ചെയ്യുമ്പോൾ അത് ഹ ആയിരിക്കും, കൂട്ടി ഓതുമ്പോൾ അത് ത ആയിരിക്കും. വലഹും ഫീഹാ അസ്വാജുൻ മുതഹറതുൻ വഹും ഫീഹാ ഖാലിദൂൻ. കൂട്ടി ഓതാണെങ്കിൽ അവിടെ പിന്നെ ത ആയിരിക്കും, വഖഫ് ചെയ്യണമെങ്കിൽ മുതഹറ ഹ ആയിരിക്കും. അവിടെ സില ഉണ്ട്. സില എന്ന് പറഞ്ഞാൽ അൽ വസ്ലു ഔല, കൂട്ടി ഓതലാണ് ഏറ്റവും നല്ലത്. വഖഫ് ചെയ്യാൻ പറ്റായില്ല, ശ്വാസം കിട്ടാത്ത ഘട്ടത്തിൽ നമുക്കവിടെ വഖഫ് ചെയ്യുന്നതിന് വിരോധം ഉണ്ടായിട്ടില്ല, പക്ഷെ കൂട്ടി ഓതലാണ് ഏറ്റവും നല്ലതാണ്. അൽ വസ്ലു ഔല എന്നുള്ളതിന്റെ ഷോർട്ടായിട്ട് സില കാണുന്നത്. വഹും ഫീഹാ ഖാലിദൂൻ. വഹും ഫീഹ സാക്കിന മീമിന് ശേഷം ഫ വന്നാൽ ഇൽഹാർ. ഖാലിദൂൻ ഖാഇൽ ഇസ്തിഅല തഫ്ഖീം ഉണ്ട്, അതിനെ നീട്ടാനുള്ള അലിഫുനുണ്ട്. ഖാലിദൂൻ നൂൻ
ചുണ്ടടയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.